80 മൂടെങ്കിലും കാണും കുറഞ്ഞത്. ഒരു ദിവസം ഒരു 4 കിലോ വെണ്ടയ്ക്ക എല്ലാം കൂടെ ഫുൾ സ്വിങ്ങിലായി കഴിഞ്ഞാൽ ഒരു 4-5 കിലോ പറിക്കാൻ കാണും. ഈ വെണ്ട 3 വെറൈറ്റി ഉണ്ട്. ഇത് ആനക്കൊമ്പൻ വെണ്ട, ഇത് നാടൻ വെണ്ട നീളം കുറഞ്ഞത്, പിന്നെ അങ്ങോട്ട് മാറി ചുമലയുണ്ട്. ഇതെല്ലാം വഴി തന്നെ. ഇതാ കിടക്കുന്നുണ്ട്. ഇത് പൂത്തതേ ഉള്ളൂ, ജസ്റ്റ് നാവ്. ഇത് ഒരു 1.5 വർഷമെങ്കിലും നിൽക്കും. ഇത് വെള്ളം കയറിയാലും പോകില്ല. ഇതിന് വളം മണ്ണിനടിയിൽ തന്നെ അടിവളം ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആട്ടുംകാട്ടവും ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് തൈകൾ പറിച്ച് നടുന്നത്. ഇത് കുക്കുംബറാണ്, സലാഡ് വെള്ളരി എന്ന് പറയും. ഇത് 20 PVC പൈപ്പ് 2 സൈഡും മണ്ണിൽ ഉറപ്പിച്ചിട്ട് വളച്ച് കുത്തി ആണ് ഈ പന്തലുണ്ടാക്കിയിരിക്കുന്നത്. ഇടയ്ക്ക് കാകൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓൾറെഡി ഒരു 100 കിലോയ്ക്ക് മേലെ പറിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് ഒരു 20 കിലോളം പറിക്കാൻ കിടപ്പുണ്ട്. അത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. മുള്ള വരുന്നത് കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അത് ആക്ച്വലി മുള്ളല്ല, നമ്മൾ കൈകൊണ്ട് തുടച്ച് കഴിഞ്ഞ് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങ് പോകും. ഈ ഒരു പ്ലോട്ട് 24 സെൻറ്റ് സ്ഥലമാണ്. ഏതാണ്ട് 32 ഇനം പച്ചക്കറികൾ, ജൈവ പച്ചക്കറി കൃഷിയാണ് ഈ ചെയ്യുന്നത്. ഒരു കീടനാശിനിയുമില്ല. ഒരു 10-20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് ഞാൻ ഈ കൃഷി ചെയ്തതെങ്കിലും ഞാൻ ഒരു ഗൾഫ് എംപ്ലോയി റിട്ടയർമെൻറ്റ് ലൈഫിൽ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടി 10 നാട്ടുകാരെയും കണ്ട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഇതിനകത്ത് ലാഭമൊന്നുമില്ല. എങ്കിലും എൻ്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് ആണ് മെയിൻ ഉദ്ദേശം. എൻ്റെ ഹോബിയിൽ വെറൈറ്റിയാണ്. സപ്പോസ് ഒരു വഴുതനയാണെങ്കിലും 4 നിറത്തിലുള്ള വഴുതന, മത്തനാണെങ്കിൽ 4 ടൈപ്പ്, കുമ്പളമാണെങ്കിൽ നെയ്ക്കുമ്പളം, തടിയങ്ക, അതിനിടത്തരമുള്ളത് 3 ടൈപ്പ്, വെണ്ടയാണെങ്കിലും 3-4 ടൈപ്പ്. ഒരു കാല് കുത്താൻ സ്പേസ് പോലും ഇല്ലാത്ത നിലയിലാണ് ഇതിനകത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. 30 തളം പാവൽ ഞാൻ ഇട്ടതാണ്. ഇത് വള്ളി വീശി ഓരോ കാ വീതം ഉണ്ടായി. മഞ്ഞിപ്പോന്ന് പോകുന്ന അത് ഈച്ച കുത്തുന്ന കാ വീഴുന്ന പരുവത്തിന് പൂ പൊഴിയുമ്പോൾ തന്നെ അത് പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടിയിടും. കെട്ടിയിടാതെ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഈച്ച കുത്തും. അതിനകത്ത് മുട്ടയിട്ടിട്ട് പോവും. അത് പുഴുക്കളാവും. പിന്നെ അവിടെ കുക്കുംബർ, തൊട്ടിപ്പുറ വഴുതന, തൊട്ടിപ്പുറ വെണ്ട, തൊട്ട് അടുത്ത് തന്നെ പാവൽ. ഇത് അടുത്തത് വെള്ളരിയാണ്. ഇത് പയറാണ്, മീറ്റർ പയറായി വരുന്നതേ ഉള്ളൂ. ഒരാഴ്ചക്കുள்ளே ഫുൾ സ്വിങ്ങിലാകും. ഇത് ഏതാണ്ട് 25 ദിവസം കഴിയുമ്പോഴത്തേക്ക് പൂടും. അത് കഴിഞ്ഞൊരു 10 ദിവസത്തിനുള്ളിൽ പറിക്കാൻ പ്രായത്തിലാവും. ഇപ്പം ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും എനിക്ക് ഡെയിലി 2 കിലോ പയർ പറിക്കാനുണ്ട്. ഇത് തന്നെ 4 തരത്തിലാണ്. തത്തച്ചുണ്ടൻ പയറുണ്ട്, മീറ്റർ പയറുണ്ട്, കുറ്റിപ്പയറുണ്ട്. 1/3 പോർഷൻ കോവൽ മാത്രമായിരുന്നു. നല്ല ഒരു വരുമാനമായിരുന്നു. പക്ഷെ അത് പോയി. എങ്കിലും ഞാൻ ആ വള്ളിയെടുത്ത് വേറെ ഇട്ട് ഡെവലപ്പ് ചെയ്ത് വരിക. ഇപ്പോൾ ഇത് നീക്കുമ്പളം ഇതിപ്പോൾ 1 മാസം കൊണ്ടാവും. ഓരോ ഇലയ്ക്കും കണ്ട പൂവിനോട് ചേർന്ന് തന്നെ അത് പോവുക മരത്തിലോട്ട് കയറാൻ. ഇതാദ്യം വീണത് വിളവായപ്പോൾ അതിൻ്റെ പുറത്ത് രോമം പോലെ കാണും. ജ്യൂസ് അടിച്ചു കുടിക്കുന്നതാണ്. ഇതിലിപ്പം ഒരു 10 എണ്ണം ഉണ്ട്. ഇപ്പോൾ രാവിലെ 5:30ക്ക് ഞാനിവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും വലുതായ ആനക്കൊമ്പൻ വെണ്ടയായി ഇത്. ഓരോ വെണ്ടയിലും 4 ബ്രാഞ്ചസ് ഉണ്ട്. ഒരു അറ്റ് എ ടൈം 4 പീസ് എനിക്ക് ഒരു എണ്ണത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. 4 എണ്ണം എന്ന് പറയുന്നത് 1/2 കിലോയാണ്. ഇത് ഇന്ന് കട്ട് ചെയ്യാവുന്ന പരിവാണ്. ഇത് നാളെ കട്ട് ചെയ്യുക, ഇത് മറ്റന്നാൾ കട്ട് ചെയ്യുക. അങ്ങനെ തുടർച്ചയായിട്ട് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന് വലിയ കീടങ്ങളുടെ ശല്യമൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും ഈ ഇലപ്പുഴുവെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ചുരുട്ടും അത് കൈ കൊണ്ട് പിരിഞ്ഞിട്ട് പിടിച്ചും കളയും. അതൊക്കെ പറഞ്ഞു കിടക്കുന്ന മത്തൻ അതേ കാമണിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ചൊരക്ക എന്ന് പറയും, ഇംഗ്ലീഷിൽ ലൊക്കി എന്ന് പറയുന്ന സാധനം. ഇത് മൊത്തം പീൽ ചെയ്തിട്ട് തോരനോ സാമ്പാറിനകത്തെല്ലാം കറി വെക്കാം. നല്ല മാതള മൊത്തം ഒരു 2.5 കിലോ എങ്കിലും കാണും ഒരെണ്ണം. ഇതെല്ലാം കണ്ട, ഇത് പ്ലാസ്റ്റിക് കൊണ്ടകത്ത് കയറ്റിയിട്ടിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈച്ച കുത്തി അതെല്ലാം കാണാൻ വൃത്തികേടാവും. ഒരാൾ
ഹൈറ്റാണ്. ഇതെല്ലാം വെയിറ്റ് കൊണ്ട് ഇപ്പോൾ പത്തലിങ്ങനായി കിടക്കുന്നത്. എൻ്റെ അത്രയും ഹൈറ്റ് കാണും. ഇതിനിപ്പം കമ്പ് കുത്തി ഇതിലോട്ട് കയറ്റും. ഇത് കഴിയുമ്പോൾ ഇത് വരുമാവും. ഇത് കണ്ടോ, കൊലയായിട്ട് തക്കാളി കിടക്കുന്നുണ്ട്. തക്കാളി കൊടുക്കുന്നുണ്ട് 50 രൂപ കിലോ. ജൈവമാണെന്ന് പറഞ്ഞ് കൂടുതലൊന്നും മേടിക്കുന്നില്ല. മാർക്കറ്റിലുള്ള വില തക്കാളി ഒരു കൊല എത്ര എണ്ണം ഉണ്ടോ നോക്കി. 1 കിലോ കാണും ഒരെണ്ണം. അവിടെയും കുമ്പളം കണ്ടു, ഇവിടെയും കുമ്പളം. ഇതേ പൂ കുത്തിക്കഴിഞ്ഞു. 4 ഇല കഴിഞ്ഞാൽ പൂവാണ്. ഇതിവിടെ വീണതേ ഉള്ളൂ. ആൾക്കാർ മത്തങ്ങ എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞു. ഈ ലൈന് മൊത്തം ഈ 3 ഇനം വഴുതനയാണ് ഉള്ളത്. കാണുന്ന പന്തൽ മൊത്തം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആവശ്യാനുസരണം കൂട്ടിച്ചേർത്ത് ഡെവലപ്പ് ചെയ്തത് ഞാൻ തന്നെയാണ്. വഴുതന ഇത് ചതുരപ്പയറ, അതിന് തൊട്ടുപുറകെ കുമ്പളമാണ്, ഇനി തൊട്ടിപ്പുറ പയറാണ്. കുമ്പളക്കാർ വരിക ഇങ്ങോട്ട് നോക്ക. ഈ പ്ലോട്ടിൽ ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷമായി. വിവിധ ഇനം പച്ചക്കറി കൃഷികളാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റേഷനും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ബാക്കിയുള്ളത് സോയിൽ ടെസ്റ്റാണ്. അതുകൂടെ നടന്നു കഴിയുമ്പോൾ ഒരു ജൈവ പച്ചക്കറി കൃഷിക്കാരൻ്റെ അംഗീകാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. പ്രതീക്ഷയിലപ്പുറം എനിക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി വളരെ നല്ലതാണെന്ന് ഞാൻ തോന്നുന്നു. എൻ്റെ പേര് ശശിധരൻപിള്ള, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, തിരുവല്ലയ്ക്ക് പടിഞ്ഞാറ് വശം പെരിങ്ങര എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. റിട്ടയർമെൻറ്റ് ലൈഫിൽ കുറേ കാലം ഗൾഫിലും കൽക്കട്ടയിലുമൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം നാട്ടിൽ വന്നപ്പോൾ ഇതാണ് എനിക്ക് ആ ഒരു ഉചിതമായ ജോലി എന്ന് തോന്നിയതിലും ആൾക്കാരെ കാണാനും അവർക്ക് വിഷമടിക്കാത്ത പച്ചക്കറികൾ കൊടുക്കാനും ഒരു സന്തോഷമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ വിളകളെല്ലാം വാങ്ങിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ അയൽവക്കക്കാരും രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരും എല്ലാം വന്ന് എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പോവും. അവർ തിരിച്ചു കഴിയുമ്പോഴത്തേക്കത്തെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി നീ കട്ട് ചെയ്യണം. അവർ പറയുന്ന ഐറ്റം എന്തുവാണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക, പൈസ മേടിക്കുക. ഈ ഒരു പരിപാടിയാണ് എൻജോയ്മെൻറ്റ്.